എഡ്യൂക്കേസ്റ്റ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. PSC ബുള്ളറ്റിൽ നിന്നും എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ്. വരുന്ന പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1838 സ്ഥാപിതമായ ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടന ലാൻഡ് ഹോൾഡേഴ്സ് അസോസിയേഷൻ. ലാൻഡ് ഹോൾഡേഴ്സ് അസോസിയേഷൻ ആണ് 1838 സ്ഥാപിതമായ ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടന. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെട്ട നേതാവ് സർദാർ പട്ടേലാണ്. ആരാണ് 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്? വില്യം ജോൺസ് ആണ് 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്. മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റിയുടെ സ്ഥാപകനാര്? നവാബ് അബ്ദുൽ ലത്തീഫ് ആണ് മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റിയുടെ സ്ഥാപകൻ. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചതാര്? മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് സയ്യദ് അഹമ്മദ് ഖാനാണ്. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചതാര്? ദാദാഭായ് നവറോജിയാണ് 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത്. 1888 ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചതാര്? സയ്യദ് അഹമ്മദ് ഖാനാണ് 1888 ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത്. 1906 മുസ്ലിം ലീഗ് സ്ഥാപിച്ചതാര്? ആഗാഖാനാണ് 1906 മുസ്ലിം ലീഗ് സ്ഥാപിച്ചത്. 1911 സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിച്ചതാര്? NM ജോഷിയാണ് 1911 സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിച്ചത്. 1918 ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ സ്ഥാപിച്ചത്? 1918 ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിച്ചതാര്? ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിച്ചത് ഡോക്ടർ അംബേദ്കർ ആണ്. 1925 രാഷ്ട്രീയ സ്വയം സേവക് സംഘ് സ്ഥാപിച്ചതാര്? ഹെഡ്ഗേവാർ ആണ് 1925 രാഷ്ട്രീയ സ്വയം സേവക് സംഘ് സ്ഥാപിച്ചത്. 1870 പൂന സാർവജനിക് സഭ സ്ഥാപിച്ചതാര്? MG റാനഡെയാണ് 1870 പൂന സാർവജനിക് സഭ സ്ഥാപിച്ചത്. 1875 ഇന്ത്യൻ ലീഗ് സ്ഥാപിച്ചതാര്? ശിശിർ കുമാർ ഘോഷാണ് 1875 ഇന്ത്യൻ ലീഗ് സ്ഥാപിച്ചത്. ശിശിർ കുമാർ ഘോഷ്. സെർവൻസ് ഓഫ് ഗോഡ് അഥവാ ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടനയുടെ സ്ഥാപകൻ ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. സെർവൻസ് ഓഫ് ഗോഡ് അഥവാ ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടനയുടെ സ്ഥാപകൻ ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ആനന്ദമോഹൻ ബോസും സുരേന്ദ്രനാഥ് ബാനർജിയും ചേർന്ന് 1876 ആരംഭിച്ച പ്രസ്ഥാനം ഇന്ത്യൻ അസോസിയേഷനാണ് ആനന്ദമോഹൻ ബോസും സുരേന്ദ്രനാഥ് ബാനർജിയും ചേർന്ന് 1876 ആരംഭിച്ച പ്രസ്ഥാനം. 1854 GG അഗാർക്കർ, മഹാദേവ് ഗോവിന്ദ് റാനഡെ, VG ചിപ്ലുങ്കാർ എന്നിവർ ചേർന്ന് ആരംഭിച്ച സംഘടന ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. 1854 GG അഗാർക്കർ, മഹാദേവ് ഗോവിന്ദ് റാനഡെ, VG ചിപ്ലുങ്കാർ എന്നിവർ ചേർന്ന് ആരംഭിച്ച സംഘടനയാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. 1938 ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചതാര്? KM മുൻഷിയാണ് 1938 ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാര്? സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. ആരാണ് ആര്യസമാജം സ്ഥാപിച്ചത്? ദയാനന്ദ് സരസ്വതിയാണ് ആര്യസമാജം സ്ഥാപിച്ചത്. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം നടത്തിയത്? ചബേഗർ സഹോദരന്മാരാണ് ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം നടത്തിയത്. ചബേഗർ സഹോദരന്മാർ. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യ സത്യാഗ്രഹി വിനോബ ഭാവെ. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ സത്യാഗ്രഹിയാണ് വിനോബ ഭാവെ. മുസാഫർപൂരിലെ ജഡ്ജിയായിരുന്ന കിങ്സ്ഫോർഡിനെ വകവരുത്തുന്നതിന് ആസൂത്രണം ചെയ്ത ഉദ്യമത്തിൽ ഖുദിറാം ബോസിന്റെ സഹപോരാളിയായിരുന്നത് പ്രഫുല്ല ചാഗി. മുസാഫർപൂരിലെ ജഡ്ജിയായിരുന്ന കിങ്സ്ഫോർഡിനെ വകവരുത്തുന്നതിന് ആസൂത്രണം ചെയ്ത ഉദ്യമത്തിൽ ഖുദിറാം ബോസിന്റെ സഹപോരാളിയായിരുന്നത് പ്രഫുല്ല ചാഗിയാണ്.
പബ്ലിക് സേഫ്റ്റി ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ 1929 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞതാര്? ഭഗത് സിംഗ്. പബ്ലിക് സേഫ്റ്റി ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ 1929 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞത് ഭഗത് സിംഗ് ആണ്. ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് രാം പ്രസാദ് ബിസ്മിൽ തൂക്കിലേറ്റപ്പെട്ടത്? കക്കോറി ഗൂഢാലോചന കേസ്. ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് രാം പ്രസാദ് ബിസ്മിൽ തൂക്കിലേറ്റപ്പെട്ടത്? കക്കോറി ഗൂഢാലോചന കേസ്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് പ്രതികാരമായി സാൻഡേഴ്സിനെ വധിച്ചതാര്? ഭഗത് സിംഗ്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് പ്രതികാരമായി സാൻഡേഴ്സിനെ വധിച്ചത് ഭഗത് സിംഗ് ആണ്. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? മാഡം ഭിക്കാജി കാമ. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മാഡം ഭിക്കാജി കാമയാണ്. ട്രേഡ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട 31 നേതാക്കൾ അറസ്റ്റിലായത് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ്? മീററ്റ് ഗൂഢാലോചന കേസ്. ട്രേഡ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട 31 നേതാക്കൾ അറസ്റ്റിലായത് മീററ്റ് ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്ത വിപ്ലവകാരി? ഉദ്ധം സിംഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്ത വിപ്ലവകാരിയുടെ പേരാണ് ഉദ്ധം സിംഗ്. ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് അരവിന്ദ ഘോഷ് വിചാരണ നേരിട്ടത്? അലിപ്പൂർ ഗൂഢാലോചന കേസ്. ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് അരവിന്ദ ഘോഷ് വിചാരണ നേരിട്ടത്? അലിപ്പൂർ ഗൂഢാലോചന കേസ്. ചിറ്റഗോങ് ആയുധപുര ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ? സൂര്യ സെൻ. ചിറ്റഗോങ് ആയുധപുര ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് സൂര്യ സെൻ. അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ പോലീസിനോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ചത്? ചന്ദ്രശേഖർ ആസാദ്. അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ പോലീസിനോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ചത് ചന്ദ്രശേഖർ ആസാദാണ്. ഷഹീദ് ഇ ഹിന്ദ് എന്നറിയപ്പെട്ടതാര്? ഭഗത് സിംഗ്. ഷഹീദ് ഇ ഹിന്ദ് എന്നറിയപ്പെട്ടത് ഭഗത് സിംഗ് ആണ്. ബംഗാൾ ഗവർണറായിരുന്ന സ്റ്റാൻലി ജാക്സണിനെ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ വധിക്കാൻ ശ്രമിച്ചത്? ബിന ദാസ്. ബംഗാൾ ഗവർണറായിരുന്ന സ്റ്റാൻലി ജാക്സണിനെ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ വധിക്കാൻ ശ്രമിച്ചത് ബിന ദാസ്. സൂര്യസെന്നിനെ തൂക്കിലേറ്റിയത് ഏതു വർഷമായിരുന്നു? സൂര്യസെന്നിനെ തൂക്കിലേറ്റിയത് ഏതു വർഷമായിരുന്നു? 1934. സൂര്യസെന്നിനൊപ്പം തൂക്കിലേറ്റപ്പെട്ട വിപ്ലവകാരി? താരകേശ്വർ ദസ്തിദാർ. സൂര്യസെന്നിനൊപ്പം തൂക്കിലേറ്റപ്പെട്ട വിപ്ലവകാരിയുടെ പേരാണ് താരകേശ്വർ ദസ്തിദാർ. ആരാണ് സൂര്യസെന്നിനൊപ്പം വിചാരണ നേരിട്ട വനിത? കൽപ്പന ദത്ത. കൽപ്പന ദത്തയാണ് സൂര്യസെന്നിനൊപ്പം വിചാരണ നേരിട്ട വനിത. ഇൻക്വിലാബ് സിന്ദാബാദ് എന്നത് ആദ്യമായി മുദ്രാവാക്യമായി ഉയർത്തിയ നേതാവ്? ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് ഇൻക്വിലാബ് സിന്ദാബാദ് എന്നത് ആദ്യമായി മുദ്രാവാക്യമായി ഉയർത്തിയ നേതാവ്. കാക്കോറി ഗൂഢാലോചന കേസിന് നിദാനമായ സംഭവം നടന്ന വർഷം? 1925. കാക്കോറി ഗൂഢാലോചന കേസിന് നിദാനമായ സംഭവം നടന്ന വർഷം 1925 ആണ്. എവിടെയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 1924 രൂപവത്കൃതമായത്? കാൺപൂർ. കാൺപൂരിലാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 1924 രൂപവത്കൃതമായത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഏതു വർഷമാണ് കൊൽക്കത്തയിൽ ബേത്തൂൺ സ്കൂൾ സ്ഥാപിതമായത്? 1849. 1849 കൊൽക്കത്തയിൽ ബേത്തൂൺ സ്കൂൾ സ്ഥാപിതമായത്. 1915 നവംബർ 16 തൂക്കിലേറ്റപ്പെട്ട ഗദ്ദർ പാർട്ടി നേതാവ്? കർത്താർ സിംഗ് സരാഭ. കർത്താർ സിംഗ് സരാഭയാണ് 1915 നവംബർ 16 തൂക്കിലേറ്റപ്പെട്ട ഗദ്ദർ പാർട്ടി നേതാവ്. റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉദ്ധം സിംഗ്. റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉദ്ധം സിംഗ്. 18 വയസ്സും 8 മാസവും 8 ദിവസവും പ്രായമുള്ളപ്പോൾ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന വിപ്ലവകാരി? ഖുദിറാം ബോസ്. 18 വയസ്സും 8 മാസവും 8 ദിവസവും പ്രായമുള്ളപ്പോൾ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന വിപ്ലവകാരിയാണ് ഖുദിറാം ബോസ്. ആരുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണമാണ് പഖ്തൂൺ? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ആരുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണമാണ് പഖ്തൂൺ? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ദ ഹിന്ദു പത്രം സ്ഥാപിച്ചതാര്? ജി സുബ്രഹ്മണ്യ അയ്യർ. ജി സുബ്രഹ്മണ്യ അയ്യറാണ് ദ ഹിന്ദു പത്രം സ്ഥാപിച്ചത്. മര്യാദ എന്ന പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപരായിരുന്നത്? മദൻ മോഹൻ മാളവ്യ.
മദൻ മോഹൻ മാളവ്യ മര്യാദ എന്ന പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപരായിരുന്നത്. മൂകനായക് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഡോക്ടർ അംബേദ്കർ ആണ്. ഹംദർദ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മുഹമ്മദ് അലിയാണ്. ലാലാ ലജ്പത് റായിയുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണം ഏത്? വന്ദേ മാതരം. ലാലാ ലജ്പത് റായിയുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണമാണ് വന്ദേ മാതരം. ബോംബെ ക്രോണിക്കിൾ ആരംഭിച്ചതാര്? ഫിറോസ് ഷാ മേത്തയാണ് ബോംബെ ക്രോണിക്കിൾ ആരംഭിച്ചത്. ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത്. ആനി ബസന്റുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണം ഏത്? ന്യൂ ഇന്ത്യ. ആനി ബസന്റുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണമാണ് ന്യൂ ഇന്ത്യ. കർമ്മയോഗി എന്ന പത്രം ആരംഭിച്ച നേതാവ്? അരവിന്ദ ഘോഷ്. കർമ്മയോഗി എന്ന പത്രം ആരംഭിച്ച നേതാവാണ് അരവിന്ദ ഘോഷ്. ജന്മഭൂമി എന്ന പത്രം ആരംഭിച്ചത് പട്ടാഭി സീതാരാമയ്യ. ഇന്ദു പ്രകാശിന്റെ പത്രാധിപരായിരുന്നത് അരവിന്ദ ഘോഷാണ് ഇന്ദു പ്രകാശിന്റെ പത്രാധിപരായിരുന്നത്. ദ ബംഗാളി എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. സോഷ്യലിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് ജേണൽ പ്രസിദ്ധീകരിച്ചിരുന്നത് S.A. ഡാംഗെയാണ്. ബരീന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രകുമാർ ദത്തും ചേർന്ന് 1906 ആരംഭിച്ച പ്രസിദ്ധീകരണം യുഗാന്തർ. ബരീന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രകുമാർ ദത്തും ചേർന്ന് 1906 ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് യുഗാന്തർ. വാൻഗാർഡ് എന്ന പ്രസിദ്ധീകരണം തുടങ്ങിയത് ആരാണ്? M.N. റോയ്. വാൻഗാർഡ് എന്ന പ്രസിദ്ധീകരണം തുടങ്ങിയത് M.N. റോയ് ആണ്. കോമ്രേഡ് എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അലിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി 1890 ആരംഭിച്ച പ്രസിദ്ധീകരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി 1890 ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ഇന്ത്യ. ഹിന്ദു പാട്രിയറ്റ് എന്ന പ്രസിദ്ധീകരണത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്നത് ഗിരീഷ് ചന്ദ്ര ഘോഷ്. ഹിന്ദു പാട്രിയറ്റ് എന്ന പ്രസിദ്ധീകരണത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്നത് ഗിരീഷ് ചന്ദ്ര ഘോഷാണ്. 1853 ഹിന്ദു പാട്രിയറ്റ് എന്ന പ്രസിദ്ധീകരണം സ്ഥാപിച്ചതാരാണ്? മധുസൂദൻ റേ. 1853 ഹിന്ദു പാട്രിയറ്റ് എന്ന പ്രസിദ്ധീകരണം സ്ഥാപിച്ചത് മധുസൂദൻ റേ ആണ്. ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദി വൈ ഐ ആം എൻ എത്തീസ്റ്റ് എന്ന പുസ്തകം രചിച്ചത് ഭഗത് സിംഗ്. ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദി വൈ ഐ ആം എൻ എത്തീസ്റ്റ് എന്ന പുസ്തകം രചിച്ചത് ഭഗത് സിംഗ് ആണ്. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു. അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചതാര്? ഗാന്ധിജി. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു. അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചതാരാണ്? ഗാന്ധിജി. രാജാജി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട നേതാവ് സി രാജഗോപാലാചാരി. രാജാജി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട നേതാവാണ് സി രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായത് ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായത് ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ഏത് സംഭവമാണ് സിവിൽ സർവീസ് ഉപേക്ഷിക്കാൻ സുഭാഷ് ചന്ദ്രബോസിനെ പ്രേരിതനാക്കിയത്? ജാലിയൻ വാലാബാഗ്. ഏത് സംഭവമാണ് സിവിൽ സർവീസ് ഉപേക്ഷിക്കാൻ സുഭാഷ് ചന്ദ്രബോസിനെ പ്രേരിതനാക്കിയത്? ജാലിയൻ വാലാബാഗ് സംഭവം. ആധുനിക മനു എന്നറിയപ്പെട്ട നേതാവ് ഡോക്ടർ അംബേദ്കർ ആണ്. ഗുരുദേവ് എന്നറിയപ്പെട്ട ഇന്ത്യൻ കവിയാണ് രവീന്ദ്രനാഥ് ടാഗോർ. 1928 സർവകക്ഷി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? M.A. അൻസാരി. 1928 സർവകക്ഷി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് M.A. അൻസാരിയാണ്. 14 ഫോർമുല മുന്നോട്ട് വെച്ച നേതാവ് മുഹമ്മദ് അലി ജിന്ന. 14 ഫോർമുല മുന്നോട്ട് വെച്ച നേതാവ് മുഹമ്മദ് അലി ജിന്നയാണ്. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് അലി ജിന്ന. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് മുഹമ്മദ് അലി ജിന്ന.
1825 വേദാന്ത കോളേജ് സ്ഥാപിച്ചതാര്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് 1825 വേദാന്ത കോളേജ് സ്ഥാപിച്ചത്. 1946 ഓഗസ്റ്റ് 16 പ്രത്യക്ഷ സമരദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത നേതാവ്? മുഹമ്മദ് അലി ജിന്ന. 1946 ഓഗസ്റ്റ് 16 പ്രത്യക്ഷ സമരദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത നേതാവാണ് മുഹമ്മദ് അലി ജിന്ന. എ നേഷൻ ഇൻ മേക്കിംഗ് രചിച്ചത്? എ നേഷൻ ഇൻ മേക്കിംഗ് രചിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. TM നായരും ത്യാഗരാജ ചെട്ടിയാരും ചേർന്ന് സ്ഥാപിച്ച പാർട്ടി? ജസ്റ്റിസ് പാർട്ടി. TM നായരും ത്യാഗരാജ ചെട്ടിയാരും ചേർന്ന് സ്ഥാപിച്ച പാർട്ടിയാണ് ജസ്റ്റിസ് പാർട്ടി. 1936 ഓൾ ഇന്ത്യ കിസാൻ സഭ സ്ഥാപിച്ചതാര്? സ്വാമി സഹജാനന്ദ്. സ്വാമി സഹജാനന്ദാണ് 1936 ഓൾ ഇന്ത്യ കിസാൻ സഭ സ്ഥാപിച്ചത്. അഹമ്മദീയ പ്രസ്ഥാനം ആരംഭിച്ചത്? മിർസ ഗുലാം അഹമ്മദ്. മിർസ ഗുലാം അഹമ്മദാണ് അഹമ്മദീയ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റളിൽ 1833 അന്തരിച്ച ഭാരതീയ നേതാവ്? രാജാറാം മോഹൻ റോയ്. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റളിൽ 1833 അന്തരിച്ച ഭാരതീയ നേതാവാണ് രാജാറാം മോഹൻ റോയ്. വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ? ഷാ വാലിയുള്ള. വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് ഷാ വാലിയുള്ള. കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവഡ്സ്കിയും ചേർന്ന് 1875 അമേരിക്കൻ ഐക്യനാടുകളിൽ രൂപവത്കരിച്ച സംഘടന? തിയോസഫിക്കൽ സൊസൈറ്റി. കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവഡ്സ്കിയും ചേർന്ന് 1875 അമേരിക്കൻ ഐക്യനാടുകളിൽ രൂപവത്കരിച്ച സംഘടനയുടെ പേരാണ് തിയോസഫിക്കൽ സൊസൈറ്റി. 1870 ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചതാര്? കേശവ് ചന്ദ്രസെൻ. കേശവ് ചന്ദ്രസെന്നാണ് 1870 ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത്. 1839 തത്വബോധിനി സഭ സ്ഥാപിച്ചതാര്? ദേവേന്ദ്രനാഥ് ടാഗോർ. ദേവേന്ദ്രനാഥ് ടാഗോറാണ് 1839 തത്വബോധിനി സഭ സ്ഥാപിച്ചത്. ബംഗാളിൽ വിധവാ പുനർവിവാഹത്തിനു വേണ്ടി പരിശ്രമിച്ചതാര്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ബംഗാളിൽ വിധവാ പുനർവിവാഹത്തിനു വേണ്ടി പരിശ്രമിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ബ്രഹ്മസമാജം പിളർന്നപ്പോൾ ആദി ബ്രഹ്മസമാജത്തെ നയിച്ചതാര്? ദേവേന്ദ്രനാഥ് ടാഗോർ. ബ്രഹ്മസമാജം പിളർന്നപ്പോൾ ആദി ബ്രഹ്മസമാജത്തെ നയിച്ചത് ദേവേന്ദ്രനാഥ് ടാഗോറാണ്. ധർമ്മസഭ സ്ഥാപിച്ചതാര്? ധർമ്മസഭ സ്ഥാപിച്ചത് രാധാകാന്ത് ദേവാണ്. രാധാകാന്ത് ദേവ്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേര്? ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേര് ഗദാധർ ചാറ്റർജി. ഗദാധർ ചാറ്റർജി എന്നാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേര്. റാണി ഗേഡിലിയുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത്? റാണി ഗേഡിലിയുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഹിന്ദ് സ്വരാജ് രചിച്ചത്? ഹിന്ദ് സ്വരാജ് രചിച്ചത് മഹാത്മാ ഗാന്ധിയാണ്. ദക്ഷിണേശ്വരത്തിലെ സന്യാസി എന്നറിയപ്പെട്ടത് ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസർ. ശ്രീരാമകൃഷ്ണ പരമഹംസറാണ് ദക്ഷിണേശ്വരത്തിലെ സന്യാസി എന്നറിയപ്പെട്ടത്. ഗാന്ധിയും കോൺഗ്രസും അസ്പൃശ്യരോട് ചെയ്തത് എന്താണ് എന്ന പുസ്തകം രചിച്ചതാര്? BR അംബേദ്കർ. ഗാന്ധിയും കോൺഗ്രസും അസ്പൃശ്യരോട് ചെയ്തത് എന്താണ് എന്ന പുസ്തകം രചിച്ചത് BR അംബേദ്കറാണ്. ഫിറോസ് ഷാ മേത്ത, KT തെലാങ്, ബദറുദ്ദീൻ തിയബ്ജി എന്നിവർ ചേർന്ന് 1853 സ്ഥാപിച്ച സംഘടന? ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ബോംബെ പ്രസിഡൻസി അസോസിയേഷനാണ് ഫിറോസ് ഷാ മേത്ത, KT തെലാങ്, ബദറുദ്ദീൻ തയ്യബ്ജി എന്നിവർ ചേർന്ന് 1853 സ്ഥാപിച്ച സംഘടന. ലോകാഹിതവാദി എന്നറിയപ്പെട്ടത്? ലോകാഹിതവാദി എന്നറിയപ്പെട്ടത് ഗോപാൽ ഹരി ദേശ്മുഖാണ്. ഗോപാൽ ഹരി ദേശ്മുഖ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത്? ഭഗത് സിംഗ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് ഭഗത് സിംഗ് ആണ്. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത്? മദൻ മോഹൻ മാളവ്യ. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് മദൻ മോഹൻ മാളവ്യയാണ്. ആരോടൊപ്പം ചേർന്നാണ് മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്? CR ദാസ്. CR ദാസിനൊപ്പം ചേർന്നാണ് മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്. തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്?
തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സി രാജഗോപാലാചാരിയാണ്. സി രാജഗോപാലാചാരി. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.